നമസ്കാരം. മറ്റൊരു ശിവ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പരാമർശിക്കുകയാണ്. കാരണം ഇതൊരു അടയാളമായി തന്നെ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഈ സന്ദേശത്തിൻ്റെ ഉള്ളടക്കമായി പരാമർശിക്കാം. ഇതൊരു വെറും വാക്കായി നിങ്ങൾ കണക്കാക്കേണ്ടതായിട്ടില്ല. കാരണം ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അത് യാദൃശ്ചികമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിനു പിന്നിൽ പലവിധ കാരണങ്ങളുണ്ട്. ഈ സമയം സാക്ഷാൽ മഹാദേവൻ തന്നെ, സാക്ഷാൽ പരമശിവൻ തന്നെ നിങ്ങളോട് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം ഭഗവാൻ നിങ്ങളോട് പറയുന്നതായ കാര്യങ്ങളിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധ പുലർത്തേണ്ടതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. പല കാര്യങ്ങളിലും നിങ്ങൾ സന്തോഷത്തോടെ നിൽക്കുന്ന വ്യക്തികളല്ല. പല വിഷമതകളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. പലരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ഭഗവാൻ മഹാദേവൻ അതെല്ലാം തീർച്ചയായും മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നിങ്ങളെ പലരും പിന്നിൽ നിന്നും കുത്തിയതായ സാഹചര്യമുണ്ട്. പലരും നിങ്ങൾ വളരെയധികം പല വ്യക്തികളെയും സഹായിച്ചു, അവർക്കൊപ്പം നിന്നു. എന്നാൽ അവർ തന്നെയല്ലേ പലപ്പോഴും നിങ്ങളെ പിന്നിൽ നിന്നും കുത്തിയത് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പല കാര്യങ്ങളിലും ടെൻഷനുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും ടെൻഷൻ അനുഭവിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. ആരെയും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന ചിന്ത പോലും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും തളർന്ന് വീണതായ സാഹചര്യം പോലുമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എപ്പോഴും ഒരു സംരക്ഷണം അനിവാര്യമായിട്ടുള്ള സാഹചര്യമുണ്ട്. കാരണം പല രീതിയിലും നിങ്ങൾക്ക് ആവശ്യമായ ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമാണ് എന്ന സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിലുള്ളത്. ഈ സമയം നിങ്ങൾ പല കാര്യങ്ങളിലും അശക്തരായി തീർന്നു എന്ന് ചിന്തിക്കുന്നു എങ്കിൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ശക്തരായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നതാണ് വാസ്തവം. കാരണം ഈ പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തൊട്ടടുത്തായി ഒളിച്ചിരിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. കാരണം പല കാര്യങ്ങളിലും ഒരു മാറ്റം നിങ്ങൾ അനുഭവഭേദ്യമാകേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം ചില കാര്യങ്ങളിൽ ഒരു മാറ്റം വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു മാറ്റം അനുഭവഭേദ്യമാകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ ഈ പരാമർശിക്കാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധയോടെ കേൾക്കേണ്ടതായ കാര്യം. കാരണം നിങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് എന്ന് പറയാം, നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ നിങ്ങൾക്ക് ഒളിഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളത് ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം പ്രകടമാകാവുന്നതാണ്. പല കാര്യങ്ങളിലും സമാധാനം നഷ്ടപ്പെടുകയോ, അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമോ നിങ്ങളിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. അത് നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലെ ചില അംഗങ്ങൾക്കോ ഉണ്ട്. ഒരു മാറ്റം ചിലരിൽ പ്രകടമാകുന്ന സാഹചര്യമുണ്ട്.
പലരും എന്തോ മറയ്ക്കുന്നതായ ഒരു അനുഭവം നിങ്ങൾക്കുണ്ട്. നിങ്ങളോട് ഒരുപാട് സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തി, അത് കുടുംബത്തിലെ അംഗം തന്നെയാകണം എന്നില്ല, മറ്റൊരു വ്യക്തിയുമാകാം. അവർ നിങ്ങളോട് പഴയതുപോലെ ഇടപെടാത്തതായ സാഹചര്യം, മിണ്ടാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളുമായി ബന്ധപ്പെട്ട് അത് നിങ്ങളുടെ ജീവിതത്തിലെ ശബ്ദം ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമമാണ്. അത് പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയുടെ ശ്രമമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ചില വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എങ്കിലും നിങ്ങളോട് പെട്ടെന്നൊരു അകലം പാലിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അവർ നിങ്ങൾക്കെതിരെ ചില പ്രവർത്തനങ്ങൾ, അതായത് നിങ്ങളെ അല്പമൊന്ന് ദുർബലമാക്കണം എന്നൊരു ആഗ്രഹം, ലക്ഷ്യം അവർക്കുണ്ട് എന്നത് വാസ്തവമാണ്. കാരണം നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ്. ആ ആത്മവിശ്വാസം തകർക്കപ്പെടേണ്ടത് അനിവാര്യമാണ് എന്നവർ ചിന്തിക്കുന്നു. കൂടാതെ നിങ്ങളെ പല വ്യക്തികളും വളരെയധികം പിന്തുണയ്ക്കുകയോ ഒപ്പം നിൽക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും പല വ്യക്തികളും നിങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അവരെ അകറ്റുവാനുള്ള ഒരു പരിശ്രമം ഇവർ നടത്തുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ഒരു മാനസികമായി അകലണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഇവർ സ്നേഹം നടിക്കുന്നതായ സാഹചര്യമുണ്ട്, സഹതാപം പ്രകടമാക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമയം ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമില്ല എന്നതാണ് വാസ്തവം. ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നു എങ്കിൽ ഈ സമയം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പല വിഷമതകളും അല്ലെങ്കിൽ പലരും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന നിങ്ങളിലേക്ക് വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന ആ അപകടം അതില്ലാതായിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ഈ സമയം ഒരു വ്യക്തിക്കും ഭഗവാന്റെ ഈ നിശ്ചയത്തെ, ഈ തീരുമാനത്തെ മറികടക്കുവാൻ സാധിക്കില്ല. ഒരു ശക്തിക്കും സാധിക്കില്ല. അത് തന്നെയാണ് ഭഗവാന്റെ തീരുമാനം. ഭഗവാൻ തീർച്ചയായും ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. നിങ്ങളുടെ അപകടങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയാം. ആസന്നമായിരിക്കുന്ന ആ ഒരു കാര്യമാണ് ഭഗവാൻ നിങ്ങളിൽ നിന്നും അകറ്റിയിട്ടുള്ളത്. ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാനോ തടുക്കുവാനോ ആർക്കും സാധിക്കുന്നതല്ല. നിങ്ങൾക്കെതിരെ ചതികൾ സംഭവിച്ചിട്ടുണ്ട്, പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളെ വീഴ്ത്താൻ ആരെല്ലാം ശ്രമിച്ചുവോ അവരെല്ലാം പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. എന്താണോ അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത് അതിൽ അവർ തന്നെ വീണു പോകുന്ന ഒരു സാഹചര്യമാണ് ഇനി സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർ തീർച്ചയായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തന്നെ കാണുവാനായി സാധിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും പലരും നിങ്ങളെ നോക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ അത് തീർച്ചയായും നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നതാണ് വാസ്തവം. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ മാത്രമല്ല, നിങ്ങളുടെ പൂർവികർ, പിതൃക്കൾ, അവരുടെ അനുഗ്രഹവും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങൾക്ക് എന്താണോ നീതിയായി ലഭിക്കേണ്ടത് അത് തന്നെയാണ് ഇനി നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നർത്ഥമാക്കാം. നിങ്ങളുടെ കണ്ണുനീർ അത്രയും ഭഗവാന് വിഷമിപ്പിക്കുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ്. അത് തീർച്ചയായും മാറ്റുന്നതായ സാഹചര്യമുണ്ട്. കാരണം ഓരോ തുള്ളി കണ്ണുനീരും ഭഗവാൻ നിങ്ങളിൽ നിന്നും അകറ്റും. നിങ്ങൾ അത്രമേൽ വേദനിച്ചു, അതിനുള്ള പ്രതിഫലം നിങ്ങളിലേക്ക് വന്നു ചേരും. കാരണം നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന വ്യക്തികളാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അർഹിക്കുന്നതായ നീതി കടന്നു വരുന്ന സാഹചര്യമുണ്ട്. സന്തോഷം,
സമാധാനം എന്നിവ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചു പോന്നിരുന്നതായ ഇരുണ്ട അധ്യായം, കറുത്ത ദിവസങ്ങൾ, അത് അവസാനിക്കുന്ന സാഹചര്യം ആഗതമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിലേക്ക് അനുകൂലമായ സമയം കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളുമുണ്ട്. ആ തടസ്സങ്ങളെ തരണം ചെയ്യേണ്ടത് എപ്രകാരമായിരുന്നു എന്ന് പോലും മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. അതിലൊരു മാറ്റം സംഭവിക്കുകയാണ്. ഒരു മാജിക് പോലെ പല കാര്യങ്ങളും അപ്രത്യക്ഷമാകുന്ന സാഹചര്യം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്താണോ നിങ്ങളിലേക്ക് കടന്നു വരേണ്ട വിജയം, അത് നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ വളരെയധികം പ്രാർത്ഥനകൾ നടത്തിയിട്ടുള്ള വ്യക്തികളാണ്. അതായത് പല പ്രാർത്ഥനകളും ഈശ്വരന് മുൻപിൽ സമർപ്പിച്ച വ്യക്തികളാണ്. അത്തരം വ്യക്തികളായ നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ഈ കാര്യങ്ങൾ സ്വീകരിക്കുവാനുള്ള ഒരു അവസരം തന്നെയാണ് സിദ്ധിച്ചിരിക്കുന്നത് എന്ന് പറയാം. നിങ്ങൾ അത്ഭുതപ്പെടാൻ പോകുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാം. കാരണം നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി ഭഗവാൻ നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ പകർന്നു നൽകുന്ന സാഹചര്യം രൂപപ്പെടുന്നു എന്നർത്ഥമാക്കാം. നിങ്ങൾ വളരെയധികം വിഷമങ്ങൾ നേരിട്ടവർ തന്നെയാണ്. എന്നാൽ ഇനി അതെല്ലാം ഒരു ദുസ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന സാഹചര്യം. അതായത് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതെല്ലാം നിങ്ങൾക്ക് മറന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വേഗത്തിലായിരിക്കും പല കാര്യങ്ങളും കടന്നു വരിക. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പല കാര്യങ്ങളും ആഗതമാകുന്ന ഒരു സാഹചര്യം. പല കാര്യങ്ങളിലും നിങ്ങൾ ചിന്തിച്ചിരുന്നത് ഇതൊന്നും എനിക്ക് നടക്കില്ല എന്നുള്ളതാണ്. എന്നാൽ അതിലാണ് ഒരു മാറ്റം സംഭവിക്കുക. പല കാര്യങ്ങളും നിങ്ങളുടെ പ്രതീക്ഷ അറ്റ പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻപിൽ നടക്കുകയോ അത് സൂചന അനുകൂലമാവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ അനുഗ്രഹം തന്നെയാണ് ചൊരിയുന്നത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ വിഷമതകളുണ്ട് എങ്കിലും ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചിരിക്കുന്ന നിങ്ങൾക്ക് അതിനെ തരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എത്രമേൽ വിഷമിച്ചു എന്ന് ഭഗവാൻ അറിയാം. അതേപോലെ തന്നെ എത്രമേൽ ഭഗവാനെ നിങ്ങൾ സ്നേഹിച്ചു എന്നും ഭഗവാൻ അറിയാം. അത് തന്നെയാണ് ഇരട്ടിയായി ഭഗവാൻ നിങ്ങൾക്ക് നൽകാനായി പോകുന്നത്. ഈ സമയം നിങ്ങളിലേക്ക് എന്താണോ വന്നു ചേരുന്നത് അത് ഹൃദയം തുറന്നാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യവും ഓർക്കുക. പലരും നിങ്ങളെ ഭയപ്പെടുന്നു എന്നത് വാസ്തവമാണ്. അത് തന്നെയാണ് നിങ്ങളെ നശിപ്പിക്കുവാൻ അവർ ഒരുങ്ങിയിറങ്ങുന്നത് എന്നതും വാസ്തവമാണ്. അത് തന്നെയാണ് ഭഗവാൻ നിങ്ങളെ മനസ്സിലാക്കി തരുന്നത്. അതിലൊന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് നിങ്ങളെ ഭയമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ഈ ഭയം അത് നിങ്ങളെ ഒരിക്കലും പിന്നോട്ട് നയിക്കുവാൻ പാകത്തിനുള്ളതാകാൻ പാടില്ല എന്ന സന്ദേശം ഭഗവാൻ നൽകുന്നു. ഈ സമയം ഇത്തരം വ്യക്തികൾക്ക് മുൻപിൽ നിങ്ങൾ സഹായത്തിനായി കൈ നീട്ടുന്നു എങ്കിൽ അത് വലിയ അബദ്ധം തന്നെയാണ്, മണ്ടത്തരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആരാണോ നിങ്ങളുടെ ദുഃഖങ്ങളിൽ സന്തോഷിക്കുന്നത്, ആരാണോ നിങ്ങളെ തകർക്കുവാനായി ശ്രമിക്കുന്നത്, ആ വ്യക്തികളോട് വീണ്ടും സന്ധി ചെയ്യുന്നതും ആ വ്യക്തികൾക്കൊപ്പം നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾക്ക് ദോഷകരമാകുന്നു എന്ന സന്ദേശം തന്നെയാണ് ഭഗവാൻ നൽകുന്നത്. ഇവരിൽ നിന്നും ഒരു അകൽച്ച നിങ്ങൾ പാലിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ ദൗർബല്യങ്ങൾ തന്നെയാണ് പലപ്പോഴും അവർക്കതൊരു വിജയമാക്കി മാറ്റുന്നത് എന്നതും വാസ്തവമാണ്. ഇനിയും അത്തരം വിജയങ്ങൾ അവർക്ക് നൽകേണ്ടതായിട്ടുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉണർവ് ഉണ്ടാകേണ്ട
അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കത്തിൽ നിന്നും ഉണരേണ്ടതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ചില കാര്യങ്ങളിൽ ആ വ്യക്തി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് എന്ന ബോധ്യമുണ്ട് എങ്കിലും നിങ്ങൾ പലപ്പോഴും സന്ധി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നിങ്ങൾക്ക് ഭൂഷണമല്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായ സാഹചര്യമുണ്ട്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഭയം ദൂരേക്ക് എറിയേണ്ടതാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ആ ശക്തി തന്നെയാണ് നിങ്ങൾക്കൊപ്പമുള്ളത്, നിലകൊള്ളുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എത്ര തന്നെ വിഷമകരമായ സാഹചര്യമാണ് എങ്കിലും, പ്രതിസന്ധികളാണ് എങ്കിലും അതെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ഉണരുന്നതായ അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, എല്ലാ ദിവസവും നിങ്ങൾ ദുർബലരല്ല, നിങ്ങൾ ശക്തരാണ് എന്നൊരു പോസിറ്റീവായ ഊർജം ആദ്യം നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഉണരുമ്പോൾ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർക്കേണ്ടതാണ്, ഉറപ്പിച്ച് പറയണം. കാരണം നിങ്ങൾ ദുർബലരല്ല എന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് മനസ്സിലാക്കി തരേണ്ട സാഹചര്യമുണ്ട് പല കാര്യങ്ങളിലും എന്ന് ഭഗവാൻ പരാമർശിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം ഭഗവാൻ തന്നെ തീർത്തു തരുന്ന സാഹചര്യമുണ്ട്. കുറവുകളില്ലാത്ത മനുഷ്യരില്ല എന്നത് വാസ്തവമാണ്. അപ്പോൾ നിങ്ങളുടെ കുറവുകളും അത് പരിഹരിക്കപ്പെടുന്ന കുറവുകളാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരിക്കലും നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. ഈ സമയം ആരുടെ മുൻപിലും തലകുനിക്കാൻ പാടുള്ളതല്ല. അതിശക്തമായ വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കുന്നു എന്നതുപോലെ തന്നെ നിങ്ങൾക്കെതിരായി വരുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതാണ്. പല കാര്യങ്ങൾക്കെതിരെയും നിങ്ങൾ പോരാടാൻ ആരംഭിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് അനീതി നിങ്ങൾക്കെതിരെ പലരും പ്രവർത്തിച്ചിട്ടുണ്ട്, അത് ഇനി തുടരാൻ സാധിക്കില്ല എന്ന തീരുമാനം നിങ്ങൾ എടുക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം, നന്മയുടെ വഴിയിലൂടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ ഉറപ്പാക്കി വേണം മുന്നോട്ട് പോകുവാൻ. ഈ സമയം നിങ്ങൾ ധീരമായി തന്നെ എല്ലാ കാര്യങ്ങൾക്കെതിരെയും പ്രവർത്തിക്കണം. അതായത് ഒരിക്കലും തളർന്നിരിക്കാൻ പാടുള്ളതല്ല. നിങ്ങളിലേക്ക് ഭഗവാൻ നൽകിയിരിക്കുന്നതായ ശക്തി അത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കേണ്ടതാണ്. അതിനാൽ ഭയം നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. ഈ സമയം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളെ തീർച്ചയായും സ്നേഹിക്കണം. അതായത് നിങ്ങൾക്കെതിരെ ഉറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നശിക്കണം എന്ന ആഗ്രഹത്തോടെ നിൽക്കുന്ന വ്യക്തികളെയല്ല, ആരാണോ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് അവരെ സ്നേഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട്. ഈ സമയം ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ തൊടാൻ സാധിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്നത്. സത്യസന്ധമായ കർമ്മങ്ങളിലൂടെ ആ പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. നിങ്ങൾക്കത് വിജയങ്ങൾ നൽകും. കഠിനാധ്വാനത്തിലൂടെ വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ പ്രയത്നം എന്തോ ആ പ്രയത്നത്തിന് ഉചിതമായ പ്രതിഫലം നിങ്ങളിലേക്ക് വന്നു ചേരും. തീർച്ചയായും എല്ലാം സംശുദ്ധമായി തന്നെ മുന്നോട്ട് പോകണം. ഈ വഴിയിൽ അതായത് നേർവഴി കാണിക്കുവാൻ ചില വ്യക്തികൾ വന്നു ചേർന്നു എന്ന് വരാം. ഗുരുവിനെ പോലെ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ഇത്തരം വ്യക്തികളെയും നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ആരെയും പൂർണ്ണമായും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഈ സമയം നിങ്ങളുടെ ശീലങ്ങൾ ചിലത് കൃത്യതയോടെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും ഭഗവാൻ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ചൊരിയുന്ന സമയമാണ്. നിങ്ങളിലേക്ക് എന്താണോ വന്നു ചേരേണ്ടതായ അപകടം അത് നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോയി എന്ന സമാധാനത്തോടെ തന്നെ ഭഗവാനെ നിങ്ങൾ വന്ദിക്കണം. ഓം നമഃ ശിവായ എന്ന് കമന്റായി രേഖപ്പെടുത്തി ഭഗവാനെ ഏവരും വന്ദിക്കൂ.